വലിയ ഷോ കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വലിയ ഒരു ഇമേജ് ഉണ്ടാക്കാൻ പോയതാണ് മമതാ ബാനർജി. സുപ്രീം കോടതി കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, മമതാ ബാനർജിക്ക് വലിയ നാണക്കേടും സുപ്രീം കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നു. മമതാ ബാനർജി സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർ പറഞ്ഞത്, മമതാ ബാനർജി ദയവായി മിണ്ടാതിരിക്കണം, മമതാ ബാനർജിയുടെ അഡ്വക്കേറ്റ് സംസാരിക്കും, അവർ സംസാരിക്കട്ടെ എന്നാണ് കൃത്യമായി പറഞ്ഞത്. അതേസമയം മമതാ ബാനർജി ഗംഭീരമായ ഒരു രാഷ്ട്രീയ പ്രസംഗം സുപ്രീം കോടതിയിൽ നടത്തിയ ശേഷം SIR പിൻവലിക്കണം, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തണം എന്നൊക്കെ മമതാ ബാനർജി പറഞ്ഞു. എന്നാൽ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിച്ചത് വേണ്ട കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്തുകൊള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി തീർത്തു പറഞ്ഞിരിക്കുകയാണ്. മമതാ ബാനർജിക്ക് വമ്പൻ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി ആ കാര്യം തീർത്തു പറഞ്ഞിരിക്കുന്നത്. ബംഗാളിലെ SIR നിർത്തിവെക്കാൻ സാധിക്കില്ല എന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനി SIRന് മേൽനോട്ടം വഹിക്കാൻ ജഡ്ജിമാരെ ഇറക്കാൻ പോവുകയാണ് എന്നും സുപ്രീം കോടതി ഇപ്പോൾ കർശനമായി പറഞ്ഞിരിക്കുകയാണ്. മമതാ ബാനർജി പലവിധ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് SIR നിർത്തിവയ്പ്പിക്കാൻ സുപ്രീം കോടതിയിൽ ശ്രമിച്ചെങ്കിലും അതിനെ തടഞ്ഞ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ മമതാ ബാനർജിക്ക് വമ്പൻ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും SIR പൂർത്തിയാക്കിയേ പറ്റൂ എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബംഗാൾ സർക്കാരും തമ്മിൽ പരസ്പരം വിശ്വാസ്യതയില്ലാത്ത സാഹചര്യത്തിൽ ജഡ്ജിമാരെ SIR പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കാൻ നിയമിക്കാമെന്നും സൂര്യകാന്ത് അധ്യക്ഷനായ 3 അംഗ സുപ്രീം കോടതി ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇത് മമതയ്ക്ക് ഇരട്ടി തിരിച്ചടിയായി മാറുകയാണ്. അതായത് SIR നടത്തി ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഇലക്ഷൻ നടത്തി കഴിഞ്ഞ ശേഷം അതിലെന്തെങ്കിലും മമതാ ബാനർജിക്ക് തിരിച്ചടി ലഭിക്കുകയാണെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ മേൽ മമതാ ബാനർജിക്ക് പഴിചാരാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ജഡ്ജിമാരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് നടത്തുമ്പോൾ അതിൽ ഇത്ര പേർ പുറത്തായി, ഇത് ജഡ്ജിമാരുടെ കുറ്റം കൊണ്ടാണ് എന്നൊരിക്കലും മമതാ ബാനർജിക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജിയുടെ ആപ്പീസ് പൂട്ടിപ്പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അക്ഷരാർത്ഥത്തിൽ സുപ്രീം കോടതി മമതാ ബാനർജിക്ക് ഒരു വമ്പൻ ആപ്പടിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം SIR പൂർത്തിയാക്കുക എന്നതാണ്. സമയാസമയങ്ങളിലെ ഇടക്കാല ഉത്തരവുകൾ ഇക്കാര്യത്തിൽ നൽകുന്നുണ്ട്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അടിക്കടി കാണുമ്പോൾ മനസ്സിലാകുന്നത് ബംഗാൾ സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ പരസ്പരം വിശ്വാസക്കുറവുണ്ടെന്നാണ്. ഈ സാഹചര്യത്തിൽ SIR പ്രക്രിയ നിരീക്ഷിക്കാൻ ഇലക്ടറൽ രജിസ്ട്രാർ ഓഫീസർമാരായി ജഡ്ജിമാരെ നിയമിക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇലക്ടറൽ രജിസ്ട്രാർ ഓഫീസർമാരായി ജോലി ചെയ്യാൻ സബ് ഡിവിഷനിൽ മജിസ്ട്രേറ്റിന്റെ നിലവാരമുള്ള ഗ്രൂപ്പ് B ഓഫീസർമാരെ മമതാ ബാനർജി നൽകാത്ത സാഹചര്യത്തിനാണ് ഇതിനായി ജഡ്ജിമാരെ നിയമിക്കാമെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. അതായത് തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ കുട്ടി കോപ്പി അടിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പരീക്ഷ മര്യാദയ്ക്ക് എഴുതാൻ കഴിയുന്നില്ല എന്നൊരു ഉഴപ്പൻ പറയുമ്പോൾ ആ ഉഴപ്പനെ പ്രിൻസിപ്പാൾ എന്നാൽ നീ എൻ്റെ റൂമിൽ വന്നിരുന്ന് പരീക്ഷ എഴുതിക്കോളൂ എന്ന് പറയുന്നത് പോലെയാണ് സത്യം പറഞ്ഞാൽ മമതാ ബാനർജിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ആദ്യഘട്ടം അവസാനിച്ചു. കരട് പട്ടിക 2025 ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 58 ലക്ഷം പേരെ ആദ്യഘട്ട SIRലൂടെ ഒഴിവാക്കിയിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.